ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുടെ സാന്റോസിലേക്കുള്ള മടങ്ങിവരവ് ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആഘോഷമാക്കിയിരുന്നു. നെയ്മർ സാന്റോസിന് വേണ്ടി 2 മത്സരങ്ങൾ ഇപ്പോൾ കളിച്ചു കഴിഞ്ഞു. ആദ്യത്തെ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലായിരുന്നു നെയ്മർ ഇറങ്ങിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ സ്റ്റാർട്ട് ചെയ്യുകയും 75 മിനിറ്റുകൾ കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നെയ്മറുടെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് സാന്റോസിന് വലിയ വളർച്ച ഇപ്പോൾ കൈവരിക്കാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയ ഒരു സ്റ്റാറാണ് ഇപ്പോൾ അവരുടെ ക്ലബിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബ്രസീലിയൻ മാധ്യമമായ UOL റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഇമ്പാക്റ്റ് വിളിച്ചോതുന്ന കണക്കുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. നെയ്മർ ജൂനിയർ സാന്റോസിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളം പൂർത്തിയാവുകയാണ്. ഈ 1 മാസത്തിനിടയിൽ ഏകദേശം 5 മില്യൺ പുതിയ ഫോളോവേഴ്സിനെ സോഷ്യൽ മീഡിയയിൽ ഉടനീളമായിക്കൊണ്ട് സമ്പാദിക്കാൻ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട്. 5 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ അത് 50 ലക്ഷത്തോളം ഫോളോവേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയും ആരാധകരെ ക്ലബിലേക്ക് ആകർഷിക്കാൻ നെയ്മർ ജൂനിയർക്ക് മാത്രമായി കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്കാണ് ഇത്. അതായത് 2024 എന്ന വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 34% വളർച്ചയാണ് ആരാധകരുടെ എണ്ണത്തിൽ ഒരൊറ്റ മാസം കൊണ്ട് സംഭവിച്ചിട്ടുള്ളത്. നെയ്മറുടെ ഒരു എഫക്റ്റ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള അംഗങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതായത് 20,000-ഓളം പുതിയ ആരാധകരാണ് ഇപ്പോൾ സാന്റോസ് എന്ന ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കാരണം നെയ്മർ ജൂനിയർ തന്നെയാണ്. കൂടാതെ ട്രെയിനിങ് സെഷനിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ വലിയ ഒരു ആരാധക കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. വലിയ ഒരു ഇമ്പാക്റ്റ്, ഒരു എഫക്റ്റ് ഇതിനോടകം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അധികം വൈകാതെ തന്നെ നെയ്മർ കളിക്കളത്തിലും ഒരു ഗംഭീര പ്രകടനം ആരാധകർക്ക് വേണ്ടി നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.